എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഈശോനാഥൻ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ കൂടെയുണ്ട്. ഈശോ തൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഒക്കെയും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ ചിന്തിക്കുന്നത് കുരിശിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ്. എന്നാൽ അപ്പോസ്തലന്മാർ ചിന്തിക്കുക അത് കിരീടത്തെക്കുറിച്ചാണ്. തങ്ങളിൽ ആരാണ് വലിയവനെന്ന തർക്കം അവരുടെ ഇടയിലുണ്ട്. ഈശോയുടെ ഇടതും വലതും ഇരിക്കുവാനുള്ള ആഗ്രഹം ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. സെബെദെയിപുത്രന്മാർ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയെക്കൊണ്ട് ശുപാർശ ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരവസ്ഥ 3 വർഷം പരസ്യജീവിത കാലഘട്ടത്തിൽ ഈശോനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരെ പരിശീലിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും സ്വയം നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് ഇന്നിൻ്റെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ക്രിസ്തുവിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. അവരെ സംബന്ധിച്ച് ക്രിസ്തു ഒരു രാഷ്ട്രീയ അധികാരിയായിട്ടാണ് അവർ കണക്കാക്കുക. തങ്ങളെ റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദാവീദിൻ്റെ സിംഹാസനം വീണ്ടെടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ അധികാരി. അങ്ങനെയാണ് അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കിയത്. ശരിക്കും അപ്പോസ്തലന്മാരുടെ പരാജയം എന്തായിരുന്നു? അപ്പോസ്തലന്മാരുടെ പരാജയം അവർ ഈശോയുടെ ഹൃദയം സ്വന്തമാക്കിയില്ല എന്നത് തന്നെയാണ്. ഈശോയുടെ ഹൃദയം സ്വന്തമാക്കാതെ പോയി, അവർ ഈശോയെ ഉൾക്കൊള്ളാതെ പോയി എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയമായിട്ട് മാറുക. ഞാൻ ഇപ്രകാരം ഒന്ന് ചിന്തിക്കുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് യാത്രയായപ്പോൾ, സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ ഈശോയ്ക്ക് മുൻപിൽ തുറന്നു കിട്ടിയപ്പോൾ അവിടത്തോട് ദൈവപിതാവ് തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടാകണം. കയ്യിലെയും കാലിലെയും ആ മുറിപ്പാടുകളും ദേഹാസകലമുള്ള പീഡാനുഭവത്തിൻ്റെ ബാക്കി പത്രവും ആ വേദനകളും സഹനങ്ങളും ഒക്കെ കണ്ടിട്ട് ഈശോയോട് തീർച്ചയായിട്ടും ദൈവപിതാവ് ചോദിച്ചിട്ടുണ്ടാകും, നീ ഒറ്റയ്ക്കാണോ സ്വർഗത്തിലേക്ക് വന്നത്? ഇത്രയും നാൾ ഭൂമിയിൽ ജീവിച്ചിട്ട് നിനക്ക് ആരെയും കൂട്ടിന് കിട്ടിയിട്ടില്ലേ എന്ന് ഉറപ്പായും ചോദിച്ചിട്ടുണ്ടാകും. അതിന് ഈശോ എന്തുത്തരമായിരിക്കും നൽകിയിട്ടുണ്ടാവുക? ഉറപ്പായും ഈശോ നൽകിയിട്ടുള്ള ഉത്തരം, ഞാൻ ഒറ്റക്കല്ല അബ്ബ, എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും കൂടി സ്വർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ആളൊരു കള്ളനാണ്. ഈ കള്ളൻ സ്വർഗത്തിലേക്ക് വന്നപ്പോൾ ഈശോനാഥൻ്റെ പിതാവായ സ്വർഗസ്ഥനായ പിതാവ്, ഇത്രയും നാൾ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു കള്ളനെയാണോ നിനക്ക് കൂട്ടുകിട്ടിയത് എന്ന് ഉറപ്പായും ചോദിച്ചിട്ടുണ്ടാകും. അതിന് ഉത്തരമായിട്ട് ഈശോ പറയാനായിട്ട് സാധ്യതയുള്ളത്, ഒരു കള്ളനാണ് ഇതിന് ഏറ്റവും യോഗ്യനായവൻ. കാരണം അവന് മാത്രമേ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുവാനായിട്ട്, താക്കോല് ഇല്ലാതെ ആ വാതിൽ തുറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. ഈ കള്ളൻ്റെ പ്രത്യേകത എന്താ? അവൻ നല്ല കള്ളനായിരുന്നു. ഈശോയുടെ വലതുവശത്ത് ആയിരുന്ന നല്ല കള്ളൻ. ആ നല്ല കള്ളന് ഈശോ വാക്ക് കൊടുക്കുന്നുണ്ട്, നീ ഇന്നേ ദിവസം എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും എന്ന ആ വാക്ക്. പറുദീസായിലേക്ക് ആ കള്ളൻ ഒരു താക്കോല് ഇല്ലാതെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് കയറിച്ചെന്നവനാണ്. അവന് അത് സാധിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയുടെ ഹൃദയം അവൻ മോഷ്ടിച്ചെടുത്തത് കൊണ്ടാണ്. ഈശോയുടെ മനസ്സിലേക്ക് ചാടിക്കേറിയത് കൊണ്ടാണ് അവന് മുൻപിൽ സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടിയത്. അപ്പോസ്തലന്മാർക്ക് സാധിക്കാതെ പോയത് അതുതന്നെയാണ്. അവർ ഈശോയുടെ ഹൃദയം സ്വന്തമാക്കുന്നതിൽ നിന്ന് പല കാരണങ്ങളാൽ അവർ തടസ്സപ്പെട്ടു പോയി. അവർക്ക് ഈശോയുടെ ഹൃദയം സ്വന്തമാക്കാൻ സാധിക്കാതെ പോയി. പിന്നീട് പരിശുദ്ധാത്മാവ് വരുന്നത് വരെ അവർ അജ്ഞതയിൽ ഒരു രാഷ്ട്രീയ അധികാരിയെ സ്വപ്നം കണ്ടുകൊണ്ട് ആയിരുന്നു. ക്രിസ്തുവിൽ പ്രിയം നിറഞ്ഞവരെ, നമ്മൾ ഈശോയുടെ ഹൃദയം മോഷ്ടിച്ച വ്യക്തികളായി തീരണം. ഈശോയുടെ ഹൃദയത്തിൽ, അവിടുത്തെ ചിന്തകളിൽ സ്ഥാനമുള്ള വ്യക്തികളായി തീരണം. അവിടുന്ന് എന്താണോ നമ്മെ പഠിപ്പിക്കുക അത് സ്വജീവൻ കൊടുത്തുകൊണ്ടും മറ്റുള്ളവരെ വീണ്ടെടുക്കുക എന്നതാണ്. സ്വജീവൻ കൊടുത്തുകൊണ്ടും സ്വയം ഇല്ലാതായിക്കൊണ്ടും മറ്റുള്ളവരെ സ്വന്തമാക്കുവാനായിട്ട്, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് പറ്റണം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.